വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിലെത്തിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചു. എതിർത്തപ്പോൾ മുഖത്തടിക്കുകയും ദേഹത്ത് തുപ്പുകയും ചെയ്തു. ഒടുവിൽ ഗർഭിണിയായപ്പോൾ കുട്ടി തൻ്റേതല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാനഡയിൽ കഴിയുന്ന പത്തനംതിട്ട സ്വദേശിനി നൽകിയ മൊഴിയിലെ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ വെറും ആരോപണങ്ങൾക്കപ്പുറം MLA കൊടുക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി അതിജീവിത കരുതി വെച്ചിരുന്നുവെന്നതാണ് പോലീസിനെ ഈ മിന്നൽ അറസ്റ്റിലേക്ക് നയിച്ചത്. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ വിവരം രാഹുലിനെ അറിയിച്ചപ്പോൾ അസഭ്യവർഷമായിരുന്നു ഫലം. കുഞ്ഞ് തൻ്റേതല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച രാഹുൽ DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാനും വിസമ്മതിച്ചു. ഈ ഘട്ടത്തിലാണ് രാഹുലിന്റെ വഞ്ചനയ്ക്ക് ശാസ്ത്രീയമായ മറുപടി നൽകാൻ അതിജീവിത തീരുമാനിച്ചത്. കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾക്കിടയിൽ യുവതിയുടെ ഗർഭം അലസിപ്പോയെങ്കിലും ആ ഭ്രൂണം നശിപ്പിക്കാതെ അവർ ശാസ്ത്രീയ തെളിവായി സൂക്ഷിച്ചു വെച്ചു. DNA പരിശോധനയിലൂടെ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാനും രാഹുലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമാണ് അതിജീവിത ഈ മാർഗം സ്വീകരിച്ചത്. ഇതാണ് കേസിൽ രാഹുലിനെതിരെ ഏറ്റവും ശക്തമായ തെളിവായി പോലീസ് കണക്കാക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിൽ എത്തിച്ചായിരുന്നു പീഡനം. വെറും പീഡനമല്ല, മൃഗീയമായ ശാരീരിക ഉപദ്രവങ്ങളും നേരിട്ടതായി യുവതിയുടെ മൊഴിയിലുണ്ട്. ലൈംഗിക ആക്രമണത്തിനിടെ എതിർത്തപ്പോൾ മുഖത്തടിക്കുകയും തുപ്പുകയും ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഗർഭിണിയായ ശേഷം ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. ഈ ക്രൂരതകൾക്കിടയിലാണ് ഗർഭം അലസിപ്പോയത്. ലൈംഗിക അതിക്രമത്തിന് പുറമെ സാമ്പത്തിക ചൂഷണവും നടന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി നൽകാൻ രാഹുൽ യുവതിയെ നിർബന്ധിച്ചിരുന്നു. ഇതിനായി പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപയും വില കൂടിയ വാച്ചുകളും രാഹുൽ യുവതിയിൽ നിന്നും കൈപ്പറ്റി. ഇവയുടെ ബാങ്ക് രേഖകളും ബില്ലുകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. രാഹുലുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ എന്നിവയടങ്ങിയ ഡിജിറ്റൽ രേഖകളും പോലീസിന്റെ പക്കലുണ്ട്. പരാതിക്കാരി വിവാഹിതയുമാണ്. ഇന്നലെ അർദ്ധരാത്രിയിൽ പാലക്കാട് KPM ഹോട്ടലിലെ 2002 നമ്പർ മുറി വളഞ്ഞ് വൻ പോലീസ് സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാനഡയിൽ നിന്ന് ഉടൻ നാട്ടിലെത്തുന്ന പരാതിക്കാരി പോലീസിന് നേരിട്ട് മൊഴി നൽകുന്നതോടെ രാഹുലിന്റെ കുരുക്ക് കൂടുതൽ മുറുകും. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 5 പോലീസുകാർ ചേർന്ന് രാഹുലിനെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 2002 നമ്പർ മുറിയിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനെത്തിയത്. അതേസമയം മൂന്നാം പീഡന കേസിലും യുവതിയുമായിട്ടുള്ള ബന്ധം രാഹുൽ നിഷേധിച്ചിട്ടില്ല. എങ്കിലും നടന്നത് പീഡനമല്ലെന്നാണ് രാഹുലിന്റെ വാദം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിട്ടുള്ളതെന്നും രാഹുൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ. പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് രാഹുലിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മൂന്നാം പരാതിയിൽ ബലാത്സംഗത്തിന് പുറമെ ഗർഭഛിദ്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. 3 ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളും പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. താൻ ചതിക്കപ്പെട്ടുവെന്ന് തോന്നിത്തുടങ്ങിയ ഘട്ടത്തിലാണ് തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയതെന്നും പരാതിക്കാരി മൊഴി നൽകി. ബലാത്സംഗത്തിന് പുറമെ രാഹുൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പലപ്പോഴായി രാഹുൽ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്ന് യുവതി ആരോപിക്കുന്നുണ്ട്. ചെരുപ്പ് വാങ്ങാനെന്ന പേരിൽ 10,000 രൂപ യുവതിയിൽ നിന്ന് വാങ്ങിയതായും റിപ്പോർട്ടുണ്ട്. ആഡംബര വാച്ച് കൈവശപ്പെടുത്തി. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിപ്പിച്ചു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ സഹോദരിയുടെ വിവാഹം മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും രാഹുലിനെതിരെ മൊഴിയുണ്ട്. രാഹുലിന്റെ അക്കൗണ്ടിലേക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ അക്കൗണ്ടിലേക്കും യുവതി പണം കൈമാറിയതിന്റെ കൃത്യമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരാതിക്കാരി പോലീസിന് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. കൂടാതെ വില കൂടിയ വാച്ചുകൾ വാങ്ങി നൽകിയതിന്റെ ബില്ലുകളും ശേഖരിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട്.